ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചക്കലത്തെ ഊണിനുള്ള കറിയാട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴോർത്ത് എന്നാൽ നിങ്ങളെയും കൂടി കാണിച്ചേക്കാം എന്ന് ഓർത്തു. അവിയൽ ഓൾറെഡി ഞാൻ നേരത്തെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതേ മീൻ നമ്മുടെ ഇവിടെ ഇതിന് വേളൂരി എന്നാട്ടോ പറയണേ, അത് വറുക്കാൻ വെച്ചു. വെളമീൻ കറി വയ്ക്കാൻ വേണ്ടി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ കറി വെക്കണതിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കണം കേട്ടോ. എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും പറയണേ. നല്ല കറിയാണ്. വെളമീൻ കിട്ടുമ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കറി വയ്ക്കണേ. അത് ഇത്തിരി മാംസക്കട്ടിയുള്ള മീനായതുകൊണ്ട് ഇച്ചിരി പുളിയൊക്കെ ഇട്ട് നമ്മൾ തേങ്ങ അരപ്പൊക്കെ അരച്ച് അരപ്പ് മൊരിയിച്ചൊക്കെയാണ് ഞാൻ കറി വയ്ക്കുന്നത്. അപ്പോൾ കറി വയ്ക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരപ്പരക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് എടുത്തേക്കണത് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം കേട്ടോ. നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് മൊരിയിച്ചേക്കണതാണ്. നമ്മൾ ഉള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിയല്ലോ, അപ്പോഴത്തേനും ഈ അരപ്പും കൂടി ഇട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കണം. അരപ്പ് നല്ലപോലെ മൊരിയിച്ച് അതിൻ്റെ വെള്ളമഴിയൊക്കെ മാറി നല്ലപോലെ മൊരിയിച്ചെടുത്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേനും വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് പുളിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ നോക്കി തിളപ്പിച്ചതിന് ശേഷം ഒന്ന് എണ്ണയൊക്കെ തിരിഞ്ഞ് വരുമ്പോഴത്തേനും മീനും ഇട്ട് നല്ലപോലെ മൂടി വെച്ച് തിളപ്പിക്കുക. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അത് തീ കുറച്ച് വയ്ക്കുക. തീ കുറച്ച് വെച്ച് കറി ഒന്ന് തെളിയുമല്ലോ, എണ്ണ തെളിഞ്ഞ് കറി ഒന്ന് കുറുകി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ താളിച്ച് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് മീത്തിൽ താളിക്കുന്നത്. നല്ല മാംസക്കട്ടിയുള്ള മീത്തിലൊക്കെയാണ് ഉലുവ ഞാൻ താളിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.